നമസ്കാരം. പൈലറ്റ് ട്രെയിനിങ് ഗൈഡ് 2026 മറ്റൊരു വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വിവിധ തരം പൈലറ്റ് ലൈസൻസുകൾ ഏതൊക്കെയാണ്, അവ ലഭിക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്കൊപ്പമുള്ളത് പൈലറ്റ് 18 പൈലറ്റ് ട്രെയിനിങ് അക്കാഡമിയുടെ CEO ആയിരിക്കുന്ന ആനന്ദ് കീർത്തി സാറാണ്. നമസ്കാരം സർ, വീഡിയോയിലേക്ക് പോകാം. സർ, ഏതൊക്കെ തരം ലൈസൻസുകളാണ് ഉള്ളത്? ഓക്കെ, പൈലറ്റ് ട്രെയിനിങ് എന്നല്ല, പൈലറ്റ് കരിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ലൈസൻസുകൾ ഒന്ന് SPL അഥവാ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ്, രണ്ടാമത് PPL അഥവാ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, മൂന്നാമത് CPL അഥവാ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, നാലാമത് ATPL അഥവാ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്. ഇങ്ങനെ 4 ലൈസൻസുകളാണ്. ഇതിന് പുറമെ CPL-H, അതായത് ഹെലികോപ്റ്ററിനുള്ളതാണ് H എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. CPL-H അതുപോലെ ATPL ഹെലികോപ്റ്റർ ലൈസൻസ് ഉണ്ട്. ഇതിന് പുറമെ ചെറിയ എയർക്രാഫ്റ്റുകൾ, അതായത് ഡ്രോണിന് വേണ്ടിയിട്ട് RPC എന്നൊരു കാറ്റഗറിയുടെ വരുന്നുണ്ട്. ഡ്രോണിനെ പറയുന്നത് റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക. ഡ്രോൺ ലൈസൻസ് ആയിട്ടാണ് ഇപ്പോൾ ആൾ പറയുന്നത്. ലൈസൻസ് നേടാം എന്നൊക്കെ പറഞ്ഞാണ് പരസ്യങ്ങൾ കാണുന്നത്. അതിന് RPC അഥവാ റിമോട്ട് പൈലറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പ്ലസ് ഗ്ലൈഡർ, മൈക്രോലൈറ്റ്, ബലൂണ്, ഹോട്ട് എയർ ബലൂണ് പോലുള്ളതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ലൈസൻസുകളുണ്ട്. സർ, ഈ ലൈസൻസുകൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. SPL എന്ന് വെച്ചാൽ എന്താണ്? SPL എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് എന്നാണ് പറയുക. സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ MPD കൊടുക്കുന്ന ലേണേഴ്സ് ലൈസൻസിന് തുല്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. SPL എടുക്കാനായി നമുക്ക് ഇത്ര അവേഴ്സ് ഫ്ലൈങ് വേണം എന്ന റിക്വയർമെൻ്റ് ഇല്ല. കാരണം SPL ഉണ്ടെങ്കിലേ നമുക്ക് ഫ്ലൈങ് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ SPL എടുക്കുന്നതിനുള്ള കാറ്റഗറി അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 16 വയസ്സ് പൂർത്തിയായിരിക്കണം, 10ാം ക്ലാസ് ജയിച്ചിരിക്കണം എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അതേസമയം നമ്മൾ CPL ലൈസൻസ് എടുക്കാൻ വേണ്ടിയാണെങ്കിലും PPL ആണെങ്കിലും SPL ആവശ്യമുണ്ട്. അപ്പോൾ PPL ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 10ാം ക്ലാസ് മതി. CPL എടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ +2 കഴിഞ്ഞിട്ട് പോകണം എന്നാണ്. +2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് കഴിഞ്ഞിട്ട് പോകണം എന്നാണ് പറയുന്നത്. SPL എടുക്കുന്നതിന് മുന്നേ ആയിട്ട്, SPL കിട്ടി നമുക്ക് ഫ്ലൈങ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മെഡിക്കലും ക്ലിയർ ആയിരിക്കണം. Class 2 മെഡിക്കലാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 16 വയസ്സ് പ്രായം, അതുപോലെ തന്നെ 10ാം ക്ലാസ് ഓർ അതിലധികം വിദ്യാഭ്യാസം, പിന്നെ ഈ പറഞ്ഞ് അത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് SPL എടുക്കാം. SPLൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഓരോ ഫ്ലൈയിങ് ക്ലബ്ബുകളും അവരുടേതായ രീതിയിൽ ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SPLന് അവർക്ക് ഫ്ലൈയിങ് അവർ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? SPL എടുത്തു കഴിഞ്ഞാലാണ് അവർക്ക് ഫ്ലൈയിങ് തുടങ്ങാൻ പറ്റുക. SPL എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൈയിങ് തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നാണ് പറയുക. SPL എടുത്തു കഴിഞ്ഞാൽ 200 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുക, അപ്പോഴേക്കും CPL കിട്ടും. അല്ലെങ്കിൽ 40 മണിക്കൂർ ആസ് പെർ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ PPL എടുക്കാം. ഇങ്ങനെയാണ് പോവുക. പിന്നെ SPLയോടൊപ്പം തന്നെ FRTOL എന്നൊരു ലൈസൻസ് കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. ഫ്ലൈറ്റ് റേഡിയോ ടെലിഫോണി ഓപ്പറേറ്റർ ലൈസൻസ് ആണ് FRTOL എന്ന് പറയുക. FRTOL റെസ്ട്രിക്റ്റഡ് എന്നാണ് പറയുക. അത് ആണ് നമുക്ക് എയർക്രാഫ്റ്റ് അകത്തുള്ള റേഡിയോ ഡിവൈസുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതിയാണ് ഈ പറഞ്ഞ FRTOL എന്ന് പറയുക. അപ്പോൾ SPL പ്ലസ് FRTOL ഇത് രണ്ടും കൂടെ ചേർന്ന് എടുത്തിട്ടാണ് നമ്മൾ ഫ്ലൈയിങ് കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സാർ പറഞ്ഞു SPLന് 10ാം ക്ലാസ് മതി എന്നുള്ളത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ച് പാസ്സായ ഒരാൾക്ക് SPL അത് മുതലേ പഠിച്ചു തുടങ്ങാൻ സാധിക്കുമോ? ആക്ച്വലി എന്തിനാണ് SPL എടുക്കുന്നത് അതിനകത്തുള്ള ചോദ്യം. ഇപ്പം PPL മതി എന്നുണ്ടെങ്കിൽ PPL എന്താണ് നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ PPL മതി അല്ലെ, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് മതി എന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് എടുക്കാം. പക്ഷേ CPL ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ഇതിൻ്റെ പുറകെ പോവോ അതോ +2 പഠിക്കാൻ പോവോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ +2 കഴിഞ്ഞ ഉടനെ നമുക്ക് SPL എടുക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ, ആവശ്യമില്ല. അതിന് കാരണം SPL 5 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. ആ വാലിഡിറ്റിക്ക് അകത്ത് ഒരു ഫ്ലൈങ് കംപ്ലീറ്റ് ചെയ്യണം. 10ാം ക്ലാസ്സിൽ പോലെ എടുത്ത് വെച്ചിട്ട് പേപ്പറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫ്ലൈങ്ങിന് പോകുമ്പോഴേക്കും ചിലപ്പോൾ 2-3 വർഷം എടുക്കും. +2 കഴിഞ്ഞ് പോകുമ്പോൾ എന്തായാലും 2 വർഷത്തിനധികമാണ്, 3 വർഷത്തോളം എടുക്കും. പിന്നെ 2 വർഷം വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. CPL എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ +2 കഴിഞ്ഞ ശേഷം മാത്രം SPL എടുക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ഓക്കെ സാർ, അപ്പോൾ എന്താണ് ഈ PPL? ഓക്കെ, PPL എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ലൈസൻസാണ് PPL, പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് എന്നാണ് പറയുക. അപ്പോൾ ഈ PPLന് അതിൻ്റെതായ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. PPL ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കാശ് വാങ്ങി ശമ്പളം വാങ്ങിക്കൊണ്ട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്വന്തം എയർക്രാഫ്റ്റ് 5700 കിലോ 10,000 പൗണ്ട് വരെയുള്ള എയർക്രാഫ്റ്റുകൾ ഫ്ലൈ ചെയ്യുന്നതിനുള്ള ലൈസൻസാണ് ഈ PPL എന്ന് പറയുക. ജെറ്റ് എഞ്ചിൻ എയർക്രാഫ്റ്റ് ഇല്ല, ചെറിയ തരം എയർക്രാഫ്റ്റുകൾ ഫ്ലൈ ചെയ്യാം സ്വന്തം ആവശ്യത്തിന്. ബന്ധുക്കളെയും കൂട്ടി കൂട്ടുകാരെയും കൂട്ടി കറങ്ങാൻ പോകാൻ വേണ്ടി
ഇപ്പം പുറത്തൊക്കെയാണ് ഇത് കൂടുതലുള്ളത്. ഇന്ത്യക്കകത്ത് PPL ഹോൾഡേഴ്സൊക്കെ വളരെ കുറവാണ്. കാരണം അങ്ങനെ സ്വന്തം എയർക്രാഫ്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഹൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഉള്ളവരായിരിക്കും. അവർ കാശ് വെച്ച് വേറെ പൈലറ്റ് വരെ ഏർപ്പാടാക്കിയിട്ടായിരിക്കും അവർ സ്വന്തമായിട്ട് ചാർട്ടേഡ് എയർക്രാഫ്റ്റുകളൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ ഇത്തരം ചെറിയ വിമാനങ്ങൾ സ്വന്തമാക്കുന്ന ഒരു ശീലം ഇന്ത്യക്കാർക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ PPL എടുക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് 16 വയസ്സ് കഴിഞ്ഞാണ് SPL എടുക്കുക. 17 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് PPL ലൈസൻസ് എടുക്കാം. 40 മണിക്കൂറാണ് ഫ്ലൈയിങ് അവേഴ്സ് വേണ്ടത്. 40 മണിക്കൂറാണ് അതിനകത്തുള്ള മിനിമം ക്രൈറ്റീരിയ. അതിനകത്ത് 20 മണിക്കൂർ PIC അവേഴ്സ് വേണം. PIC എന്ന് പറയുമ്പോഴേക്കും പൈലറ്റ് ഇൻ കമാൻഡ് സോളോ അവേഴ്സായിട്ട് 20 മണിക്കൂർ വേണം. 5 മണിക്കൂർ ക്രോസ് കൺട്രി വേണം. 5 മണിക്കൂർ നൈറ്റ് ഫ്ലൈയിങ് വേണം. ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ കൂടെ അതിനകത്ത് പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ PPL കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമുക്ക് കാശ് വാങ്ങി ഫ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ഹോബി ലൈസൻസ് ആണെന്നാണ് പറയുക. അപ്പോൾ ഹോബി ആയാൽ പോലും ഏവിയേഷൻ ഈസ് എ വെരി എക്സ്പെൻസീവ് ബിസിനസ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈസൻസ് എടുക്കാനായിട്ട് ഏകദേശം ഒരു 10 മുതൽ 12 ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുണ്ട് PPL ലൈസൻസ് എടുക്കാനായിട്ട്. ഓക്കെ, പൈലറ്റ് 18 PPL ലൈസൻസ് എടുക്കാൻ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരുപാട് നമുക്ക് 60, 65 വയസ്സ് 62 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് നമുക്ക് PPL പഠിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ PPL പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഓഫ്ലൈനായിട്ട് വരാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നതെങ്കിലും പലരും ബിസിനസ്സും മറ്റും ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഓൺലൈനായിട്ട് അവർക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് തിയറി പേപ്പറെല്ലാം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഈ പറഞ്ഞ ഫ്ലൈയിങ്ങും ചെയ്യാൻ പറ്റും. ഫ്ലൈയിങ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് പുറകിലോട്ടുള്ള 6 മാസത്തിനുള്ളിൽ 5 മണിക്കൂർ അവർ ഫ്ലൈ ചെയ്തിരിക്കണം നിർബന്ധമായി. ഓക്കെ, അപ്പോൾ ലൈസൻസ് എടുക്കുന്നതിന് മുന്നേ കണ്ടിന്യൂസ് ഫ്ലൈ ചെയ്യുക. അല്ലാതെ ഒരു 5 വർഷം എടുത്ത് പതുക്കെ ഫ്ലൈ ചെയ്താൽ മതി. ഈ 40 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്നത് ഹോബി ഫ്ലൈയിങ് ആണല്ലോ. പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ച് തീർക്കണമെന്നില്ല. മെല്ലെ ആഴ്ചയിൽ 1, 2, 3 മണിക്കൂർ വെച്ച് ഫ്ലൈ ചെയ്ത് 1, 2 വർഷം കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ PPL എടുക്കാവുന്നതാണ്. മറ്റൊരു സംശയം സർ, ഇപ്പോൾ ഒരാൾ ആദ്യം PPL എടുത്തതിന് ശേഷം പിന്നെ അത് CPL മാറ്റാൻ സാധിക്കും. ഇപ്പോൾ 40 മണിക്കൂറാണ് PPL വേണ്ടതെന്ന് പറഞ്ഞു. സാധാരണ 40 നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 50-55 മണിക്കൂർ എല്ലാവരും ഫ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്കുണ്ടെങ്കിൽ CPL എടുക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾ PPL കിട്ടുന്നത് അന്ന് പോലെ നിങ്ങളൊരു ലൈസൻസ്ഡ് പൈലറ്റാണ്. ഓക്കെ, അപ്പോൾ CPLന് 200 മണിക്കൂർ ഫ്ലൈയിങ് വേണം. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ഇപ്പോൾ PPL കിട്ടിക്കഴിയുന്നത് അത് കഴിഞ്ഞ് പ്ലസ് ഒരു 150 മണിക്കൂറോളം ഫ്ലൈയിങ് വേണം ആണല്ലോ. അപ്പോൾ ഈ 150 മണിക്കൂർ ഫ്ലൈയിങ്ങിന് ഇടയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങളും കൂടെ ആയിരിക്കും. കാരണം യു ആർ നോ മോർ എ സ്റ്റുഡൻറ്റ്, യു ആർ എ ലൈസൻസ്ഡ് പൈലറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും CPL എടുക്കാൻ ആഗ്രഹിക്കുന്നവർ PPL എടുക്കാതിരിക്കുക. ഇനി അടുത്തൊരു സിനാരിയോ പറയാം. ഇപ്പോൾ ഒരു 190ാമത്തെ മണിക്കൂറിലാണ് ഒരു SPL ഹോൾഡർ ആയിട്ടുള്ള ഒരാൾ CPL എടുക്കാൻ വേണ്ടി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതിൻ്റെ ഉത്തരവാദി എന്ന് അയാളല്ല. കാരണം അയാൾ അപ്പോഴൊരു സ്റ്റുഡൻ്റാണ്. CFIയും അല്ലെങ്കിൽ ആരാണോ എയർക്രാഫ്റ്റ് റിലീസ് ചെയ്ത് അവരൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദി. അതേസമയം ഈ 40 മണിക്കൂർ കഴിഞ്ഞ് PPL കിട്ടിയ ഒരാൾക്ക് 60ാമത്തെ മണിക്കൂറിൽ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചാൽ പോലും അതിൻ്റെ ഉത്തരവാദി അയാളായിരിക്കും. അതുകൊണ്ടാണ് CPL എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇടയിലുള്ള ഈ PPL എടുക്കരുത് എന്ന് ഞാൻ പറയുന്നത്. അത് ഇന്ത്യയിലെ കാര്യമാണ് കേട്ടോ. പക്ഷെ പല രാജ്യങ്ങളിലും PPL നിർബന്ധമായും എടുക്കണം എന്നുള്ളൊരു നിബന്ധന വച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് PPL എടുത്തേ പറ്റൂ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അങ്ങനെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. CPL ആണ് യഥാർത്ഥം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടതായിട്ടുള്ള ഒരു സംഗതി. CPLനകത്ത് നമുക്ക് 200 മണിക്കൂർ ഫ്ലൈയിങ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ക്രൈറ്റീരിയ, അതായത് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കുറച്ച് കൂടുതലാണ്. നമുക്ക് +2 പാസ്സായിരിക്കണം വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആസ് എ മീഡിയം. ഓക്കെ, +2 ഓർ തത്തുല്യം. ഇപ്പോൾ NIOS ഇപ്പോൾ +2 കമേഴ്സൊക്കെ എടുത്തവരാണെന്നുണ്ടെങ്കിൽ NIOS വഴി ഫിസിക്സ് മാത്സ് ആഡ് ഓൺ ചെയ്താൽ മതി. അല്ല വേറെ കോഴ്സുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിപ്ലോമ പോലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ വഴിയില്ല, +2 എടുത്തേ പറ്റൂ. NIOS വഴി എല്ലാ സബ്ജക്റ്റ് വഴി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർ ചാനൽ വഴി +2 മൊത്തത്തിൽ എഴുതിയെടുക്കാം. അങ്ങനെ +2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ആണ്. പ്ലസ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. ക്ലാസ് 2 ഫിറ്റ് ആയിരിക്കണം ഫ്ലൈയിങ് തുടങ്ങാനായിട്ട്. ക്ലാസ് 1 ഫിറ്റ് ആയിരിക്കണം നമുക്ക് ലൈസൻസ് കിട്ടാനായിട്ട്. ഫ്ലൈയിങ് തുടങ്ങാൻ ക്ലാസ് 2 മതി. എപ്പോഴാണ് ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് അവർ ക്ലാസ് 1 ഫിറ്റ് ആയിരിക്കണം. പ്ലസ് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് 200 മണിക്കൂർ ഫ്ലൈയിങ് ഉണ്ട്. ആ 200 മണിക്കൂർ ഫ്ലൈയിങ് എന്ന് പറയുമ്പോൾ വെറുതെ ഫ്ലൈയിങ് അല്ല, കണ്ടിന്യൂസ് ഫ്ലൈയിങ് അങ്ങനെയല്ല. അതിനകത്തും കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് 100 മണിക്കൂർ PIC അവേഴ്സ് വേണം. അതായത് പൈലറ്റ് ഇൻ കമാൻഡ് അവേഴ്സ് 100 മണിക്കൂർ വേണം. പിന്നെ 5 മണിക്കൂർ ഇത് വേണം, നമ്മുടെ നൈറ്റ് ഫ്ലൈയിങ് വേണം. 20 മണിക്കൂറിൽ കുറയാത്ത ക്രോസ് കൺട്രി വേണം. ഇങ്ങനെ കുറച്ചധികം ക്രൈറ്റീരിയകളെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് അവർക്ക് ലൈസൻസ് കിട്ടുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് സിംഗിൾ എഞ്ചിൻ, മൾട്ടി എഞ്ചിൻ 2 തരത്തിലുള്ള എയർക്രാഫ്റ്റ് ഉണ്ട്.
185 മണിക്കൂർ സിംഗിൾ എഞ്ചിനും 15 മണിക്കൂർ മൾട്ടി എഞ്ചിനും കൂടെ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. പ്ലസ് സിമുലേറ്റർ ഫ്ലൈയിങ് ഉണ്ട്, പിന്നെ IFR ഫ്ലൈയിങ് ഉണ്ട്. IFR എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ഫ്ലൈയിങ്, ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കി ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് 200 മണിക്കൂർ കഴിയുമ്പോഴാണ് അവർക്ക് ലൈസൻസ് കിട്ടുക. CPL കിട്ടിക്കഴിഞ്ഞാൽ 5700 കിലോ വരെയുള്ള എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റ് ഇൻ കമാൻഡായിട്ട് വർക്ക് ചെയ്യാം. പ്ലസ് അതിന് മുകളിലോട്ടുള്ള എയർക്രാഫ്റ്റുള്ള കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അതായത് എങ്ങനെ വർക്ക് ചെയ്യാം? സാലറി വാങ്ങിക്കൊണ്ട് വർക്ക് ചെയ്യാം. പൈലറ്റ് കരിയറിൽ സാലറി വാങ്ങിക്കൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന CPL ആണ് എന്നർത്ഥം. ഓക്കെ, അതിന് ചിലവെന്ന് പറയുന്നത് ഏകദേശം ഒരു ഇന്ത്യക്കകത്താണെങ്കിൽ ഒരു 45 മുതൽ 55 ലക്ഷം രൂപ വരെയാണ് മൊത്തം ചിലവ് വരിക. അതായത് തിയറി ക്ലാസ് പ്ലസ് ഫ്ലൈയിങ് പ്ലസ് മറ്റു ചിലവെല്ലാം കൂടെ കൂട്ടുമ്പോഴേക്കും ഏതാണ്ട് ഒരു 55 ലക്ഷം രൂപ വരെയൊക്കെയാണ് ആവറേജ് ചിലവ് വരിക. ഇതിനേക്കാളും ചിലവ് കൂടിയ ഫ്ലൈയിങ് ക്ലബുകളുണ്ട് കേട്ടോ. ഈ പറഞ്ഞ 45-നേക്കാളും ഫീസ് കുറഞ്ഞ ഫ്ലൈയിങ് ക്ലബുകളുണ്ട്. ഞാനൊരു ആവറേജ് പറഞ്ഞു തന്നേ ഉള്ളൂ. 45 മുതൽ 55 ലക്ഷം രൂപ വരെ ചിലവ് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ആവറേജ്. ATPL ലൈസൻസ് എങ്ങനെയാണ് കിട്ടുക? ഓക്കെ, ATPL എന്ന് പറയുന്നത് ആക്ച്വലി ഈ സിവിൽ ഏവിയേഷൻ്റെ ഹയസ്റ്റ് ലൈസൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. CPL കഴിഞ്ഞ് അടുത്ത ലൈസൻസാണ് ഈ പറഞ്ഞ ATPL. 1500 മണിക്കൂർ ടോട്ടൽ ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ATPL എക്സാം എഴുതി നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുക. എക്സാംസ് നേരത്തെ എഴുതാം, അതിലോട്ട് വരാം. അപ്പോൾ 1500 മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ ജസ്റ്റ് 1500 മണിക്കൂർ കണ്ടിന്യൂസ് ഫ്ലൈ ചെയ്താൽ പോരാ. അതിനകത്ത് 500 അവേഴ്സ് നമുക്ക് ക്രോസ് കൺട്രി ഫ്ലൈറ്റ് ടൈം വേണം. ഓക്കെ, പ്ലസ് പറയുന്നത് 75 മണിക്കൂറിൽ കുറയാത്ത നൈറ്റ് ഫ്ലൈയിങ് വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്രൈറ്റീരിയ കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയ പാലിക്കാൻ വേണം. അത് കഴിഞ്ഞിട്ട് 2 എക്സാം കൂടെ നമ്മൾ എഴുതാനുണ്ട്. 3 എക്സാം കൂടെ നമ്മൾ എഴുതാനുണ്ട്. മെട്രോളജി, നാവിഗേഷൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊരു എക്സാം വരുന്നുണ്ട്, പിന്നെ റേഡിയേഴ്സ് എന്നൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഈ 3 എക്സാം, അതായത് 2 വൈവേ ഉണ്ട്, മെട്രോളജിക്കകത്ത് വൈവേ ഇല്ല. അപ്പോൾ ഈ 3 എക്സാം കൂടെ പാസ്സായി കഴിഞ്ഞാലാണ് നമുക്ക് ATP ലൈസൻസ് എടുക്കാൻ പറ്റുക. ഓക്കെ, മിനിമം 21 വയസ്സ് പൂർത്തിയായിരിക്കണം ATP ലൈസൻസ് എടുക്കാനായിട്ട്. CPL കഴിഞ്ഞ് ഈ പറഞ്ഞ അവേഴ്സ് ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ വയസ്സാവും. ബട്ട് സ്റ്റിൽ മിനിമം വയസ്സെന്ന് പറയുന്നത് 21 വയസ്സാണ്. നേരത്തെ പറഞ്ഞ് SPL 16 വയസ്സെന്ന് പറഞ്ഞു, PPL 17 വയസ്സെന്ന് പറഞ്ഞു, CPL 18 വയസ്സെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്ലസ് 3 21 വയസ്സിലാണ് നമുക്ക് ATPL എടുക്കാൻ സാധിക്കുക. അത് സാധാരണ ഇതിൽ എയർലൈൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1500 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആർക്കും നമുക്ക് കാശ് കൊടുത്ത് ഫ്ലൈ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. 200 അവേഴ്സ് ഫ്ലൈ ചെയ്യാൻ തന്നെ നമുക്ക് 50 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ 1500 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ വേണ്ടി എത്രമാത്രം ചിലവ് വരുന്ന ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ആരും കാശ് കൊടുത്തല്ല ATPL അവേഴ്സ് അക്രൂ ചെയ്യുന്നത്. പകരം ഏതെങ്കിലും എയർലൈൻസ് CPL കഴിഞ്ഞിട്ട് ഏതെങ്കിലും എയർലൈൻസ് ജോയിൻ ചെയ്യുന്നു. അവിടുത്തെ ഫ്ലൈയിങ് അവേഴ്സ് ആഡ് ചെയ്ത് എപ്പോഴാണോ ഈ പറഞ്ഞ ക്രൈറ്റീരിയ തികയുന്നത് ആ സമയത്ത് നമ്മൾ ATPL എക്സാംസ് ക്ലിയർ ചെയ്യുന്നു, ATPL എടുക്കുന്നു. ഇങ്ങനെയാണ് ചെയ്യുക. ATPL കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് കമാൻഡ് കിട്ടുക എന്ന് പറയാം. അതായത് ഒരു എയർക്രാഫ്റ്റ് ഇടതുവശത്തെ സീറ്റിൽ അവിടെയാണ് കമാൻഡർ ഇരിക്കാൻ വേണ്ടി മീൻസ് കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റിനകത്ത് അതിനുള്ള ക്വാളിഫിക്കേഷനാണ് ഈ പറഞ്ഞ ATPL എന്ന് പറയുന്നത്. അപ്പോൾ CPL കഴിഞ്ഞ് എത്ര നാൾ കഴിയുമ്പോഴാണ് ഇവർക്കൊരു ATPL ലൈസൻസ്? സമയം എത്ര എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു മറുപടി പറയാൻ പറ്റില്ല. ബട്ട് ടെക്നിക്കലി പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു മാസം നമുക്കൊരു 70 to 80 അവേഴ്സ് ഫ്ലൈ ഉണ്ടെന്ന് വിചാരിക്കാം, 70 അവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 വർഷം ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1500 മണിക്കൂറായി. ഓക്കെ, അപ്പോൾ 2 വർഷമാണ് CPL കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ATPL എടുക്കാൻ പറ്റും എന്നാൽ ടെക്നിക്കലി നമുക്ക് പറയാം. പക്ഷേ ഓൺ ആക്ച്വൽ സിനാരിയോ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ആവണം. അതെല്ലാം മീറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ 1500 എന്നുള്ള 2500 3000 ഒക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ആവാൻ പറ്റുക. പ്ലസ് വേറൊരു ക്യാച്ച് വരുന്നത് നമ്മൾ എപ്പോഴാണോ ATPL അപ്ലൈ ചെയ്തത് അതിൻ്റെ തൊട്ട് മുന്നത്തെ 6 മാസങ്ങളിൽ 25 മണിക്കൂർ ഫ്ലൈ ചെയ്തിരിക്കാൻ വേണം. അപ്പോൾ ഈ ക്രൈറ്റീരിയ എല്ലാം മീറ്റായി വരാൻ ചിലപ്പോൾ 2500 3000 മണിക്കൂർ എടുത്തെന്നിരിക്കും. അപ്പോൾ 2 വർഷം കൊണ്ട് നമുക്ക് തിയററ്റിക്കലി ATPL എടുക്കാൻ പറ്റുമെന്ന് പറയാം. ബട്ട് ആക്ച്വൽ സിനാരിയോയിൽ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള എയർലൈനുകളെ മിക്കവാറും എല്ലാം നല്ല ഫ്ലൈയിങ് ഉള്ള എയർലൈൻസുകളാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല അവേഴ്സ് പെട്ടെന്ന് ബിൽഡാവും. സ്റ്റിൽ നമുക്കൊരു 3 to 4 ഇയേഴ്സിനുള്ളിൽ ATPL കിട്ടും എന്ന് വിചാരിക്കാം. ഓക്കെ, അതാണ് ഒരു ആക്ച്വൽ സിനാരിയോ. അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ഹരിബറിയിൽ ചിലപ്പോൾ മേ ബി ചില എയർലൈനുകളെങ്കിലും 2-3 വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഓൺ ആക്ച്വൽ പ്രാക്ടിക്കൽ സിനാരിയോയിൽ പറഞ്ഞാൽ ഒരു 3 to 5 ഇയേഴ്സ് അതിനുള്ളിൽ നമുക്ക് ATPL കിട്ടും എന്ന് പറയാം. സാർ, അപ്പോൾ ഈ എക്സാമിനെ കുറിച്ച് സാർ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ CPL കഴിഞ്ഞാൽ ഉടനെ തന്നെ ATPL എക്സാം. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അതായത് ഫ്രോസൺ ATPL എന്നാണ് പറയാം. ഫ്രോസൺ ATPL എന്ന് പറഞ്ഞാൽ CPL കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ CPL പഠിക്കുന്നതിൽ അത്രയും ടഫ് അല്ല കേട്ടോ ATPL പഠിക്കാൻ. സംഭവം കുറച്ച് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത്രയും ടഫായിട്ട് എനിക്ക് അഭിപ്രായമില്ല. CPL അത്രയും പേപ്പർ പോലും ഇതിനകത്തില്ല, ടെക്നിക്കൽ സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ കുറേ കൂടെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്
അതിനിടയിൽ കൂടെ ഇതിനു വേണ്ടി പഠിച്ച് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഫ്ലൈങ് ഷെഡ്യൂൾ തന്നെ ഇത്തിരി ലേറ്റ് ആയിരിക്കും. അതിനിടയിൽ കൂടെ ഇത് പഠിക്കുക എന്ന് പറയുമ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ പൊതുവെ പിള്ളേരോട് പറയുന്നത് CPL കഴിയുന്ന ഉടനെ തന്നെ നിങ്ങൾ ATPL പേപ്പേഴ്സും ക്ലിയർ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 5 years ആദ്യത്തെ പേപ്പർ പാസ്സായി കഴിഞ്ഞ് റിസൾട്ട് വരുന്നത് മുതൽ 5 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ അവേഴ്സ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കത് റിയൽ ATPLോട്ട് മാറും. ഓക്കെ, ഫ്ലൈയിങ് അവേഴ്സ് കഴിഞ്ഞിട്ട് പേപ്പർ ക്ലിയർ ചെയ്യണമെന്നില്ല. ആദ്യം പേപ്പർ ക്ലിയർ ചെയ്തിട്ട് ഫ്ലൈയിങ് അവേഴ്സ് എടുത്താലും മതി. ഓക്കെ, 5 വർഷമാണ് വാലിഡിറ്റി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അവേഴ്സ് ബിൽഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ തിയറി എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് വച്ചു. ഇനി ഫ്ലൈയിങ് മാത്രം ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഫ്രോസൺ ATPL എന്ന് പറയുക. ATPL ആണോ തിയററ്റിക്കലി ആണ്, എന്നാലല്ല. ആ ഒരു ക്രൈറ്റീരിയ, അതാണ് ഫ്രോസൺ ATPL. അങ്ങനെ ചെയ്താണ് ഞാൻ പൊതുവെ എൻ്റെ കുട്ടികളോടും പറയാറുള്ളത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ATPL കുറഞ്ഞ ചെലവിൽ കിട്ടുന്നതായി പരസ്യങ്ങൾ. ഓക്കെ, അത് വെറുതെയാണെന്ന് പറയാൻ കാരണം അവർ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഫ്രോസൺ ATPL പറ്റിയാണ്. റിയൽ ATPL അല്ല. ഒന്നുകിൽ അത് റിയൽ ATPL അല്ല, ഫ്രോസൺ ATPL ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ചില ഫ്ലൈയിങ് ക്ലബ്ബുകളിൽ നമ്മൾ പഠിച്ചിറങ്ങുന്ന ഫ്ലൈയിങ് ക്ലബ്ബ് അവർ തന്നെ ജോലി തരും. ആസ് എ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറോ എന്തെങ്കിലും ജോലി തരും. ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ആ അവേഴ്സ് ബിൽഡ് ചെയ്ത് 1000 മണിക്കൂർ മീൻസ് 1500 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ ATPL എടുക്കാനുള്ള സൗകര്യം തരും. പക്ഷെ അതൊരിക്കലും ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ഫ്ലൈയിങ് ക്ലബ്ബിൽ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ 2 സീറ്ററോ അപ് ടു 6 സീറ്റർ വരെയുള്ള ചെറിയ പിസ്റ്റൾ എഞ്ചിൻ എയർക്രാഫ്റ്റുകളായിരിക്കും. അതിലെടുക്കുന്ന ATPLന് നമ്മുടെ എയർലൈനുകളിൽ ഉപയോഗിക്കുന്ന വലിയ ജെറ്റ് എഞ്ചിൻ, ഇതുപോലുള്ള ജെറ്റ് എഞ്ചിൻസ് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റിൽ എടുക്കുന്ന ATPLൻ്റെ ഒരു വാല്യൂ എയർലൈനുകൾ കൊടുക്കുന്നില്ല. ATPL ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിയററ്റിക്കലി ATPL ഉണ്ട്. പക്ഷേ അതിന് ഒരു റിയൽ ATPL ഒരു വാല്യൂ ആയിട്ടല്ല, ഒരു എയർലൈൻ ATPLൻ്റെ വാല്യൂ പല എയർലൈനുകളും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പിസ്റ്റൺ എഞ്ചിൻ ATPL എടുക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളൊരു പരസ്യം കണ്ടൊരു അക്കാഡമിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, നിങ്ങൾ തരുന്നത് ജെറ്റ് എഞ്ചിൻ ATPL ആണോ അതോ പിസ്റ്റൺ എഞ്ചിൻ ATPL ആണോ? പിസ്റ്റൺ എഞ്ചിൻ ATPL ആണെങ്കിൽ ഇറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. അത് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയുകയുള്ളൂ. സർ, പൈലറ്റ് 18 ഏതൊക്കെ ലൈസൻസുകളാണ് എടുക്കാനാവുക? ആക്ച്വലി പൈലറ്റ് 18 പൈലറ്റ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഗ്രൗണ്ട് സ്കൂൾ അല്ലെങ്കിൽ തിയറി ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ ലൈസൻസുകളുടെയും തിയറി പാർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SPL, PPL, CPL, ATPL പൊതുവേ ഓൺലൈനായിട്ടായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ATPL സ്റ്റുഡൻസ് റെഗുലറായിട്ട് വരുന്ന അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് വരുന്ന സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഏത് അക്കാഡമി എടുത്താലും, ട്രിവാൻഡ്രത്താണെങ്കിലും കാലിക്കട്ടാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് ATPL സ്റ്റുഡൻസ് പൊതുവേ ജോയിൻ ചെയ്ത് എൻറോൾ ചെയ്യുന്നത് ഓൺലൈൻ കുട്ടികളായിട്ടായിരിക്കും. കാരണം അത് അവരുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച്. അപ്പോൾ ATPL പ്ലസ് CPL, ഹെലികോപ്റ്ററിൻ്റെ CPL ഉണ്ട്, പ്ലസ് ATPLH അതുമുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ തിയറി ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എക്സെപ്റ്റ് ഈ പറഞ്ഞ ഡ്രോണ്, ഗ്ലൈഡർ, ബലൂണ്, ഇതുപോലെ സാധനം മൈക്രോലൈറ്റ് ഇതിൻ്റെ ഒന്നും തിയറി ക്ലാസ് നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഈ കമേഴ്ഷ്യൽ ഫ്ലൈങ്ങിനകത്ത് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിയറി ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ PPL എന്ന് പറയുമ്പോഴേക്കും ഡ്യൂറേഷൻ ഒരു 3 to 6 months മതി. CPL ആണെങ്കിൽ ഒരു 10 to 12 months വേണം. ATPL ആണെങ്കിൽ ഒരു 3 to 4 months. ഇതാണ് നമുക്ക് എടുക്കുന്ന ഡ്യൂറേഷൻ. അപ്പോൾ നിങ്ങൾ SPLൻ്റെ കാര്യം പറഞ്ഞല്ലോ. SPLന് അങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് ആവശ്യമില്ല. ഇപ്പോൾ CPL പഠിക്കുന്ന കുട്ടികൾക്ക് SPL വേണ്ട കാര്യങ്ങൾ നമ്മൾ അവരെപ്പോഴാണോ ഫ്ലൈങ്ങിന് പോകുന്നത് അതിന് തൊട്ട് മുന്നേ ഒരു ബ്രീഫിംഗ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് പോകുന്ന സമയത്ത് ഒരു ബ്രീഫിംഗ് ആയിട്ട് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കായും സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കാനായി അപ്പോയിൻമെൻറ്റിനായും താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നന്ദി.